നമസ്തേ, ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീകുട്ടൻ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എറണാകുളത്ത് വെച്ചാണ് ശ്രീരാമരാജ്യം പ്രോഗ്രാമിൽ ഉള്ള വിവരങ്ങളാട്ടോ എന്ന് പറയുന്നത്. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്ന് 1000 കുട്ടികളാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തത് കേട്ടോ. ഒരുപാട് പേരുണ്ടായിരുന്നു രാമായണം വായിക്കാൻ. പിന്നെ 3 നേരത്തേക്കുള്ള ഭക്ഷണം എല്ലാവരും വരുന്നവർക്കൊക്കെ കൊടുത്തായിരുന്നു. പിന്നെ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കവിടെ കുറേ കൂട്ടുകാരൊക്കെ കിട്ടി. പിന്നെ സനാതനധർമ്മ പാഠശാലയുടെ സ്ഥാപകൻ രാജേഷ്ജിയുടെ മകനെയും ഒക്കെ എനിക്ക് കാണാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ചു. പിന്നെ അദ്ദേഹം ഞങ്ങളോട് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ ശ്രീഹരിയേട്ടനൊക്കെ വന്നിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി നല്ലൊരു പാട്ടൊക്കെ പാടി. പിന്നെ പ്രോഗ്രാമൊക്കെ നന്നായിരുന്നു കേട്ടോ. ഇടയിൽ ഞങ്ങൾ ബ്രേക്കിൽ ഞങ്ങൾ പുറത്തേക്കൊന്ന് ഇറങ്ങിട്ടോ. അപ്പോൾ ഞാനിവിടെ ചെറിയ കുട്ടിയാകുമ്പോൾ ഞാൻ ഈ പാലാരിവട്ടം പറഞ്ഞ ഈ സ്ഥലത്തോട്ടോ ഞാൻ താമസിച്ചിരുന്നത്. എനിക്ക് ഓർമ്മയൊന്നുമില്ല, പക്ഷേ അമ്മ പറഞ്ഞു ഇവിടെ കുറേ മാറ്റമൊക്കെ ഉണ്ടെന്ന്. ഇവിടെ 2 ക്ഷേത്രം ഉണ്ട്, അതിലൊക്കെ ഞങ്ങൾ തൊഴുതു കേട്ടോ. ഞാൻ ചെറുപ്പത്തിലാകുമ്പോൾ എന്നെ അമ്മ എടുത്തിട്ട് ഇവിടെ വന്ന് തൊഴുകാറുണ്ട് എത്ര. അപ്പോൾ ഒന്ന് ഓർമ്മയൊക്കെ പുതുക്കാൻ വന്ന് തൊഴുതു. എനിക്ക് ഈ സ്ഥലമൊന്നും വലിയ ഓർമ്മയില്ല, പക്ഷേ അമ്മ പറഞ്ഞു ഇപ്പോൾ മാറ്റമുണ്ട്, ഞാൻ 1.5 വയസ്സുള്ളപ്പോൾ മാറ്റമൊന്നുമല്ല പറഞ്ഞു. അതല്ലെങ്കിലും പിന്നെ അങ്ങനെ തന്നെ ഇല്ലേ, മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അവിടെ നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സേവനപ്പൊക്കെ മേടിച്ച് കുടിച്ചു കേട്ടോ. പിന്നെ എല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പ്രോഗ്രാമൊക്കെ ചിട്ടയോട് കൂടി നന്നായി നടന്നു കേട്ടോ. പിന്നെ ഓരോ ജില്ലയ്ക്ക് ഓരോ ഭാഗം തരും, അതാണ് വായിക്കേണ്ടത്. പിന്നെ എനിക്ക് ഈ പ്രായത്തിൽ രാമായണം വായിക്കാൻ പറ്റിയതിൽ നല്ല സന്തോഷമായിട്ടോ. പിന്നെ രാജേഷ്ജി കുറേ രാമായണത്തെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ എനിക്ക് കൂടുതൽ രാമായണത്തെക്കുറിച്ച് അറിയില്ലെങ്കിലും എനിക്ക് കുറച്ചൊക്കെ അറിയായിരുന്നു കേട്ടോ. ഇനി എനിക്ക് ഇതിനേക്കാളും കൂടുതൽ പഠിക്കണം എന്നാണ്. പിന്നെ എല്ലാവരും പറഞ്ഞു കുട്ടികൾ വായിച്ചതൊക്കെ നന്നായി പറഞ്ഞു. പിന്നെ സ്കൂളിൽ എന്നെ അഭിനന്ദിക്കുകയും ചെയ്തു കേട്ടോ. അതുകൊണ്ട് എനിക്ക് നന്നായി സന്തോഷമൊക്കെ ആയിട്ടോ. എന്നെക്കാട്ടിലും കൂടുതൽ താല്പര്യം അമ്മയ്ക്കായിരുന്നു. പിന്നെ പെരുങ്ങോടുള്ള മല്ലിക ടീച്ചറായിരുന്നു എനിക്ക് തെറ്റും ഇതൊക്കെ തിരുത്തി തന്നത്. ടീച്ചറോട് ഒരുപാട് നന്ദി, സ്നേഹം. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ബസ്സിൽ നല്ല ഡാൻസും ഇതൊക്കെ ആയിരുന്നു കേട്ടോ. പ്രോഗ്രാമൊക്കെ നന്നായി. അപ്പോൾ ഓക്കെ, ബൈ, അടുത്ത വീഡിയോ കാണാം.